നിന്റെ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഒന്ന് ഉണർവുണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സമ്മേളനത്തോടു കൂടി വനിതാ വിങ്ങിന്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജിതപ്പെടുത്തുമെന്ന് ഇതിന്റെ ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റിക്ക് എല്ലാ ഉറപ്പും നൽകിയിരിക്കുകയാണ്. വനിതാ വിങ് സംഗമം വേറെ തന്നെ ഒരു സെഷൻ വെച്ചുകൊണ്ട് ഇവിടെ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിലും നമുക്കറിയാം, ജനപ്രതിനിധിയാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ ലഭിക്കണമെന്നില്ല. പെട്ടെന്നുണ്ടാകുന്ന അടിയന്തരമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അങ്ങനെയാണ് നമുക്ക് ലഭിക്കാതെ പോയത്. ഏതായാലും ഇന്ന് ഉദ്ഘാടന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ അംഗങ്ങൾ എത്രയുണ്ട് അത്ര തന്നെ നമ്മുടെ കുടുംബിനികളും വൈകാരികളും ഉണ്ടായി എന്നത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ബാലേട്ടനൊക്കെ സംസാരിക്കാനുണ്ട്. ആര് പറഞ്ഞാലും, നമ്മുടെ സംഘടനയ്ക്കുള്ള ആര് പറഞ്ഞാലും ബാലേട്ടൻ പറഞ്ഞതുപോലെ ആവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് മുൻ പഞ്ചായത്ത് അംഗവും നമ്മുടെ പഞ്ചായത്ത് അംഗമായ നമ്മുടെ പ്രഗത്ഭയായ പ്രസിഡന്റ്, വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് വാസന്തി കുമാരൻ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം അറിയിക്കുന്ന രൂപത്തിൽ ഈ വനിതാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ ഷിബു പറഞ്ഞു, മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ ഉദ്ഘാടകനെ ക്ഷണിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനായിരുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതുപോലുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടും നമ്മളൊന്ന് വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ വരാൻ സന്മനസ് കാണിച്ച വലിയ മനസ്സിന്റെ ഉടമയെ നിമിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹത്തെ എല്ലാ വനിതാ സംഗമത്തിന്റെ സ്വാഗതം ആശംസിച്ച ഫിറോസ് പടിഞ്ഞാർ ജില്ലാ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന ക്ഷണം സ്വീകരിച്ച് 5 മിനിറ്റ് സമയം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടകനെ ക്ഷണിച്ചിട്ടുള്ളത്. ആ ക്ഷണം എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പഞ്ചായത്ത് വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് BV സജീവൻ സർ, മുഖ്യ അതിഥിയായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കരുത്തറ്റ സാരഥിയും കൂടിയായ TV ബാലൻ അവർ, ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ജില്ലാ വനിതാ സെക്രട്ടറി രജനി ഗിരീഷ്, ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിയ സെക്രട്ടേറിയറ്റ് അംഗം മൂസ മാലം അവർ, മധുകുമാർ അവർ, റസാഖ് ഈശ്വർ അവർ, ജില്ലാ വൈസ് പ്രസിഡന്റ് വനിതാ വിംഗ് സുനന്ദ വിജയൻ, സന്ധ്യ പ്രശാന്ത്, ജില്ലാ വനിതാ വിംഗ് ട്രഷറർ ഹരിത. ഏവർക്കും സന്തോഷം തന്നെയാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം വനിതാ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ചെറിയൊരു അപാകത നമ്മൾക്കുണ്ടായി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ വനിതാ സംഗമത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് വനിതകൾ കൊണ്ട് തന്നെ ഉദ്ഘാടനം, അതിൻ്റെ ഒരു ക്ലാസ് നൽകണമെന്നായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ പിൽക്കോട് പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ഇവിടെ നമ്മുടെ നോട്ടീസ് പ്രകാരം അച്ചടിക്കുകയും അല്പം മുമ്പ് അവരുടെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഏതൊരു കൗൺസിൽ അംഗം ആയാലും അവരുടെ വാർഡുകളിൽ നടക്കുന്ന അടിയന്തര ഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ ചാർജ് എടുക്കുകയും ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ പരിപാടിയിൽ അവർക്ക് പങ്കെടുക്കാൻ എത്താൻ പറ്റില്ല എന്ന് അറിയിച്ചുകൊണ്ട്
എത്രയും പെട്ടെന്ന് നമ്മൾക്ക് എന്നാലും നമുക്ക് ഒരു അതിഥിയായി ഇവിടെ എത്തണമെന്ന് അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ സജീവൻ സാറ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സജീവൻ സാർ ഇതിനെക്കുറിച്ച് വലിയ തോതിൽ അറിയില്ലെങ്കിലും ഉദ്ഘാടന പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്വരൂപിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ അത് കടമായിട്ട് നമ്മുടെ വാടക സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുകയും ലോണെടുത്ത് അവരുടെ സാധനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന ഈ അവസ്ഥയിലാണ് നമ്മുടെ കരുതൽ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കരുതൽ പദ്ധതിയിൽ ഒരു 5-6 പേർക്ക് ഇവിടെ സഹായധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇനിയും മടിച്ചു നിൽക്കുന്ന നമ്മുടെ കുടുംബിനികൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം അവരുടെ ഒരു സഹായ പദ്ധതിയാണ് കരുതൽ. ഓരോ മെമ്പർമാരും കരുതൽ പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് അവരുടെ ഏതാനും ഇപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നിരുന്നാലും സാഹചര്യം കൊണ്ടോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘടന അവരുടെ കരുത്തറ്റ രീതിയിൽ കരുതൽ പദ്ധതിയുമായിട്ട് അവരെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നുണ്ട്. ആ ഒരു പദ്ധതി എല്ലാ അംഗങ്ങളും തയ്യാറായിക്കൊണ്ട് അവരുടെ മേഖലയിൽ കരുതലുള്ള മെമ്പർഷിപ്പ് ഫോറം പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞാൻ അത്രയും സമയം അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും വലിയ ഒരു പരിപാടി അല്പസമയം മുമ്പ് അത്രയും മണിക്കൂറിൻ്റെ വ്യത്യാസം പോലുമില്ല എന്നെ ഷിബു വിളിക്കുമ്പോൾ. ഏതായാലും അങ്ങനെ വിളിച്ചപ്പോൾ എന്നെപ്പോലെയുള്ളവരുടെ അനീഷിനെ പോലെയുള്ളവരെ അത്യാവശ്യം പാടാൻ വേണ്ടി പറ്റുന്ന ആളുകളുടെ ശബ്ദം നമുക്കറിയാം നമ്മളെന്താണെന്ന്. പക്ഷേ അതിമനോഹരമായിട്ടുള്ള ശബ്ദമായിട്ട് ഓരോ ആസ്വാദകരിലേക്കും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതെത്തിക്കാൻ അഹോരാത്രം പാടുപെടുന്ന എല്ലാ കുട്ടുകുരുപ്പും കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും തളരാതെ പതറാതെ മുമ്പോട്ട് പോകുന്ന കേരള സ്റ്റേറ്റ് ഹെയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഉശിരായിട്ടുള്ള, ഞാൻ നിങ്ങൾ മുതലാളിമാരെന്ന് പറയുന്നില്ല, കാരണം ഒരുപക്ഷെ ഇന്ന് മുതലാളിമാരെന്ന് പറയുന്ന ആളുകളൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്കപ്പുറം ഒരു കോളാമ്പിയുമായി ചുമലിലെടുത്ത് നടന്നവരായിരിക്കും. അന്നേ എനിക്ക് ആ കോളാമ്പിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എല്ലാ കുടികൂടലെന്ന് പറയും, പല സ്ഥലത്തും പല രീതിയിൽ പറയും. അന്നത്തെ കാലത്തെ പാട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മൈക്ക് കോളാമ്പിയിൽ കേൾക്കുന്ന ആ സമയത്ത് പണ്ടത്തെ മറ്റേ അതിൽ വെച്ചിട്ടുണ്ട് ഇതൊന്നും പറയുന്നത് റൗണ്ട് അതിൽ വെക്കുന്ന സമയത്ത് ഇടയിലക്കാടൻ്റെ പ്രദേശത്തൊക്കെ കുടികൂടലിൽ അന്നും നമ്മൾ എഴുതലുണ്ട്, ഇന്നും എഴുതുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആ കാലത്ത് നമ്മൾ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കേൾക്കാം, ചിത്തിരത്തോണിലക്കരെ പോകാ ആ പാട്ട് കേട്ടിട്ടാണ് പണ്ട് കോളാമ്പിയിൽ ആ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഒരു നേന്ത്രപ്പഴം, 2 ചിപ്സ്, ഒരു എരിയുന്ന ബിസ്ക്കറ്റ്, ഇത്രയാണ് അന്ന് എനിക്ക് തോന്നുന്നു വർത്താവര് ഉണ്ടാവില്ല. ഞാനൊരു ഏട്ടന് പോയാൽ ഞാൻ പോയ ഒറ്റ പഴയതില്ല, 2 ആളായതാണ്. അപ്പോൾ ഒന്നപാടും ഞാൻ ആ നേന്ത്രപ്പഴത്തിൽ എൻ്റെ കിച്ചി വരും ഏട്ടനൊരു. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് തുടങ്ങിയതാണ് ഇന്നത്തെ ആളുകൾ വിളിക്കും മുതലാളിമാരെന്ന്. മുതലാളിമാർക്കേ അതിൻ്റെ എന്തെന്നറിയില്ല, ഇടിപ്പറിയില്ല. പരിപാടി ഗംഭീരായാൽ ജോറ്, പക്ഷേ ചെറിയ എന്തെങ്കിലും നോട്ടപ്പശക കൊണ്ട്, കാരണം മനുഷ്യന്മാർ നടന്നു പോകുമ്പോൾ അറ്റാക്കായിട്ട് ചാകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു ഇലക്ട്രോണിക്സ് ഉപകരണമാകുമ്പോൾ എന്താണെന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അന്നത്തെ ഒരു സമയത്ത് ഇങ്ങനെ ആ പരിപാടി കഴിയുന്നത് വരെ ഹൃദയമിടിപ്പ്, അത് ഇവിടെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ എൻ്റെ മുമ്പിലുണ്ട്. ആ സൗണ്ട് എഞ്ചിനീയർ ഈ പരിപാടി കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് എത്ര കോൺഫിഡൻ്റ് ഉണ്ടായാലും പൊതുവെ ആ പരിപാടി കഴിയുന്നത് വരെ, അല്ലേ, എത്ര രൂപയുടെ ഉപകരണങ്ങളായാലും അത് കഴിയുന്നത് വരെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷേ ഒരു ഭയം നമ്മളെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും മനോഹരമായിട്ടൊരു പരിപാടി വിജയിപ്പിക്കുന്നതിൽ അതിൻ്റെ 8 കാര്യങ്ങൾ, അതിൻ്റെ എല്ലാമായി പ്രവർത്തിക്കുന്നവരാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അതിൻ്റെ ഓണർമാരും അതിൻ്റെ ഉചിതരായിട്ടുള്ള തൊഴിലാളികളും. അപ്പോൾ
ഇങ്ങനെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായി പണ്ട് കോളാമ്പിയിലൂടെ തുടങ്ങി ഇന്നിപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ അങ്ങനെ കൂടി കടന്നു വരുമ്പോൾ ഞാൻ ബാലാട്ടനോടത് പറയായിരുന്നു. അതായത് ഒരു ജില്ലാ സമ്മേളനത്തിന് ഇങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥാന സമ്മേളനം എന്തായിരിക്കും? ഇപ്പം ബാലാട്ടനോട് പറഞ്ഞത് അങ്ങോട്ട് വാ എടാ ആ സംസ്ഥാന സമ്മേളനത്തിലേക്ക്. അപ്പോൾ കാസർഗോഡ് ജില്ലയുടെ അല്ലെ, പൊതുവേ കാസർഗോഡ് ജില്ല പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്, വളരെ പിന്നോക്കം എല്ലാം അങ്ങനെയാണല്ലോ. പക്ഷേ കാസർഗോഡ് ജില്ലയിലെ കേരള സ്റ്റേറ്റ് ഹെയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം അതിഗംഭീരമായിരിക്കുന്നുവെന്ന് ഞാൻ പറയും. ഇത് ആരും അറിയില്ല ഇത്, കാരണം ഇവിടെ നിങ്ങളുടെ കുടുംബസംഗമവും നിങ്ങളുടെ സമ്മേളനവും മാത്രം നടക്കുന്നതാണ്, പൊതുജനങ്ങൾ വരില്ല. പക്ഷേ ഇത്രയും വലിയൊരു എക്സിബിഷൻ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുക, സംഘാടന മികവ് ഏറ്റവും പ്രധാനമാണ്. അതിന് സംഘാടന മികവിൽ നിങ്ങളുടെ സ്റ്റേറ്റിനെ തന്നെ നിയന്ത്രിക്കുന്ന ബാലാട്ടനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഘാടന മികവ് അതിഗംഭീരായിരിക്കും. പിന്നെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി അല്ലേ, ജില്ലാ സെക്രട്ടറിയുടെ വയസ്സൊന്നും ഞാൻ പറയുന്നില്ല, കണ്ട ചെറിയ ചെക്കനെ പോലെ ഉണ്ട്, പക്ഷെ അത്ര ചെറിയ ചെക്കനൊന്നുമല്ല. എന്നാലും ഷിബു നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ജില്ലാ കമ്മിറ്റി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ജില്ലാ സമ്മേളനം വ്യത്യസ്തമായി നടത്തി. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ ഏത് സ്ഥാനം വഹിച്ചു എന്നുള്ളതല്ല. ഒരുപാട് കാലം ഇതിന്റെ ടൈം പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനിതിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ, ഞാനിതിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ഞാനിതിന്റെ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ, ഞാനിതിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറയാൻ, അഭിമാനത്തോടെ പറയാൻ, ഞാൻ ആരെ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലെ, എല്ലാവരും മരിക്കും, മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി മരിക്കാത്ത ചില ആളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വനിതാ വിങ്ങിന്റെ ആളുകളുടെ എണ്ണം ഇവിടെ കുറവാണ്. ഓർപ്പം വീട്ടിലിരുന്ന് വിചാരിക്കാം, വീടില്ലേ അവരെ പുരുവന്മാർ, അങ്ങനെ പറയാമല്ലോ നമുക്ക്, പുരുവന്മാരൊന്നും എന്നോട് ചൊടിക്കരുത്, കാരണം കുറെ പുരുവന്മാരുണ്ടാവും, അങ്ങനെയല്ലേ പറയുന്നത്. ചിലപ്പോൾ അസുഖമായിട്ടും മറ്റു രീതിയിലുള്ള വരാതിരിക്കുന്നുണ്ടാവും, പക്ഷെ അവരിതിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? വനിതാ വിങ് മാതൃകാപരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വരുമ്പോൾ ഗംഭീരവും. ഇന്നത്തെ ഒരു പരിപാടിക്ക് ഒരു സ്റ്റേജും ഒരു പന്തലും ഒരുക്കണമെങ്കിൽ വരായട്ട നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പന്തൽ ഒരുക്കണമെങ്കിൽ, നമ്മളെപ്പോഴത്തെ ഒരാൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഇത് ഒരുക്കണമെങ്കിൽ പണ്ടത്തെ ആൾ പറഞ്ഞത് ടൗസർ കയറും, ഒരു ഭാഗത്ത് സൗണ്ട് പറയണ്ട, അങ്ങനെ എല്ലാ രീതിയിലും അതിഗംഭീരമായിട്ടുള്ള സംവിധാനം ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ചേർത്ത് പിടിക്കുക. കോവിഡ് കാലത്താണ് അല്ലെങ്കിൽ പ്രളയകാലത്താണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ ഈ ഒരു മേഖല കടന്നുപോയിട്ടുള്ളത്. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഓണർമാരായാലും തൊഴിലാളികളായാലും ഒക്കെ എല്ലാവരും പട്ടിണിയിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്നും അതിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കലുകൾ നടത്താൻ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട്. ചിലപ്പോൾ മറ്റ് തൊഴിൽ രംഗത്തേക്ക് പോയ ഒരുപടി ആളുകളുണ്ട് അല്ലേ, പല ആളുകളും ഇപ്പോൾ ഫ്രൂട്ട്സ് വിൽക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പണിയെടുക്കാൻ ആ ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴും ചേർത്ത് പിടിക്കൽ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ അസോസിയേഷന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഒരാൾ നമ്മുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുകൾ ചിലപ്പം അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെടുകയാണ്. മരണം ഏത് സമയത്തും വരാം. അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ മേഖലയിലെ അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ, എനിക്ക് തോന്നുന്നു ഒരാൾ മരണപ്പെട്ടാൽ 4 ലക്ഷം, 5 ലക്ഷത്തിനടുത്ത് രൂപ അങ്ങനെ അവരെ ചേർത്ത്. 5 ലക്ഷത്തിന് ഒരു ജീവന് പകരമൊന്നും ആവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം അവരെ ചേർത്ത് പിടിക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ള അസോസിയേഷനെ ഏറെ സ്നേഹത്തോടെ തീരദേശ പഞ്ചായത്തിന്റെ പ്രത്യേകമായിട്ട് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതൊരു മാതൃകാ പ്രവർത്തനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര കാലം എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിൽ അവിടെ അടയാളപ്പെടുത്തുന്നത് ഇത്തരം മാനുഷിക പരിഗണനകൾക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് വനിതാ സംഗമം. ആ വനിതാ സംഗമത്തിന് വനിതകൾ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് തന്നെയാണ് അതിൻ്റെ ചേലും
അതിൻ്റെ ചേർച്ചയും. പക്ഷേ ഒരു പുരുഷനായിട്ടുള്ള അല്ലെ, പുരുഷനും സ്ത്രീയും ഇപ്പം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് 50% കഴിഞ്ഞിങ്ങനെ കടന്ന് കുതിച്ചു പോവുകയാണ് വനിതകൾ, സ്ത്രീകൾ. ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇത് നടന്ന് സംവരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് നടന്നു. എല്ലായിടത്തും സ്ത്രീകളാണ്. കുറേ ആള്, ഞാനല്ല ഈ പറയുന്നത് എനിക്ക് ബാധകമല്ല, ഞാൻ നേരത്തെ ഒഴിഞ്ഞു വെച്ചാണ്, അതുകൊണ്ട് ഞാനും പറഞ്ഞത്. കുറേ ആൾ കുപ്പായെല്ലാം തുന്നി. ഇപ്പോൾ ഇന്നലെ ഒരു വൈറലായ ഒരു സാധനം ഉണ്ട്, ഇത് കണ്ടില്ല? ഞാൻ കണ്ടില്ല. സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആള് അവസാനം സ്ത്രീ സംവരണമായപ്പോൾ അയാൾക്ക് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലത്ത് 2 വർത്താനം പറയാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ അഭിമാനത്തോടെ നമുക്ക് പറയാം, കുടുംബശ്രീ പ്രസ്ഥാനം 27 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നവരായി ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ. ഇന്നിപ്പോൾ നിങ്ങൾ അധ്യക്ഷങ്ങൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പിലെ ഒരു വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു വനിതയാണ്. ഒരുപക്ഷെ വാർഡിനെ പ്രതിനിധീകരിക്കുകയോ ഏതെങ്കിലും പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടോ മഹിളാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും ഭാഗമാവാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരക്ഷരം നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടി എല്ലാവരും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. നമുക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രാത്രി കാലങ്ങളിൽ നടന്നുകൂടാന്ന് പറയുന്ന അന്തിമോന്തിയായി ഓള് വരുന്നു നോക്കി എന്ന് പറയുന്ന കാലം കുറച്ച് മാറ്റപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് അവകാശങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് സ്ത്രീകളെ സംഘടിപ്പിച്ച് ഒരു വനിതാ കൂട്ടായ്മ, വനിതാ വിങ് എന്നുള്ള രീതിയിലേക്ക് സംഘടിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലേക്കുള്ള സംഭവങ്ങൾ നടക്കുന്നതോടുകൂടി അവർ വരും. ഇപ്പം കുടുംബശ്രീയിലൊക്കെ പുതിയ പുതിയ പരിപാടികൾ വരുമ്പോൾ എല്ലാവരും അതിലേക്ക് വരുന്നു. ആ തരത്തിലേക്ക് നമ്മൾ ഇതിനെ ചേർത്ത് നിർത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തണം. ഏതായാലും ഇങ്ങനെ ഒരു കമ്മിറ്റിക്ക് ഫോം ചെയ്ത സംസ്ഥാന കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ ഇത്തരം ഒരു സമ്മേളന വേദിക്കകത്തേക്ക് എല്ലാവരെയും എത്തിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലുകൾ നമുക്ക് നടത്തി പോവേണ്ടതുണ്ട്. ഈ മേഖല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചില ദുരന്തങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളും മറ്റു രീതിയിലേക്കുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളെ ഈ ഒരു വ്യവസായം, ഈ ഒരു മേഖലയെ ഒരു വല്ലാതെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത്. ഏതായാലും അങ്ങനെ ബാധിക്കുന്ന സമയത്തൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പം മുക്കിന് ലൈറ്റ് ആൻഡ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങി, അതിൻ്റെ തൊട്ടപ്പുറം ഒരു സംരംഭം തുടങ്ങുമ്പോൾ ചില ആൾ പറയും ഞാൻ തുടങ്ങുന്ന സംരംഭം തന്നെ ഒന്ന് തുടങ്ങി എന്ന് പറയും. യഥാർത്ഥത്തിൽ ഒരു സംരംഭം തുടങ്ങി അതേ സംരംഭം കുറേ എണ്ണമായി മാറുമ്പോഴാണോ യഥാർത്ഥത്തിൽ നമുക്ക് കച്ചവടം കൂടുക, അല്ല ഒറ്റ സംരംഭം ഉണ്ടാകുമ്പോഴാണ് അധ്യക്ഷ. യഥാർത്ഥത്തിൽ നമുക്കിപ്പം ഇവിടെ ബാലട്ടം മാത്രമാണ് ഇവിടെ ഒരു ഓണറായിട്ടില്ലെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യും. ടൈലർമാർ ഒരാളെ ടൈലറുണ്ട്, അപ്പുറം ആണെങ്കിൽ ടൈലറില്ല. അപ്പോൾ കുറച്ച് വേറൊരാൾ നല്ല മോശമല്ലാതെ അടിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈലർ എടുത്ത് നമ്മൾ അതിൻ്റെ അടിവ് പോലെ ഇരിക്കും. ഇപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എത്ര ടൈലർമാർ നമ്മളെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. പക്ഷെ നിങ്ങൾ എന്തിനാണ് പയ്യന്നൂരും കാഞ്ഞങ്ങാടും കണ്ണൂരും ഒക്കെ തയ്യാൻ പോകുന്നു? എൻ്റെ വായന ഉൾപ്പെടെ ചില ആൾക്ക് ടൗണിൽ പോയിട്ട് അടിച്ചാലേ സംഭവമാവുള്ളൂ. ഒന്നുമില്ല, അതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു ഗാർമെന്റ്സും ആ രീതിയിലേക്ക് വന്നിട്ടുള്ള നമ്മളൊരു സഹോദരി തയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം കമ്പയർ ചെയ്യുകയാണ്. ഒരു സൗണ്ട്, ഒരു ഗാനമേള, ആ ഗാനമേളക്ക് പോയി ആ സൗണ്ടിൻ്റെ അതെല്ലാം ഏറ്റവും വലിയ എല്ലാ സിസ്റ്റമിലെ സംഭവവും ചിലപ്പോൾ ചെറിയ സംഭവം വെച്ചാൽ അനീഷ നമ്മൾ പരിപാടിക്ക് എല്ലാം പോയി കഴിഞ്ഞാൽ ചെറിയ സംഭവമായാലും അത് വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർമാരുണ്ട്. ഒരുപക്ഷെ ഒരുപാട് സംഭവം കാതടപ്പിക്കുന്ന ശബ്ദങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് എന്തോ ഒന്ന് ചിലപ്പോൾ കിട്ടാതാവുന്നു. അങ്ങനെ കിട്ടാതാവുന്നത് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഓരോ മോശം പറയുന്നതല്ല, ചില ആൾ ഇതുപോലെ ഇരിക്കും. പക്ഷെ ആ ശോഭമാരുടെ എത്രയാ സൗണ്ട് ഇട്ടിന് എന്നിട്ട് ആരും പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം പറയുന്നു. അല്ലെങ്കിൽ വേറെ ആരും കഴിപ്പം പിന്നെ ആ കരിവള്ളൂർ എത്ര കാലായി ആ ശ്രീകല കാലഘട്ടം ഓറ് ആ ആയ കാലം തൊട്ട് ഇപ്പം ഏറ്റവും ന്യൂ
ന്യൂ ആയിട്ട് ഓരോ സാധനം സൗണ്ട് സിസ്റ്റം ഇറങ്ങുന്നു അല്ലേ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഓരോ സംഭവം ഇറങ്ങുമ്പോൾ അതൊക്കെ ഇറക്കുന്നു. പക്ഷേ നന്നായിട്ടത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഇല്ലെങ്കിൽ സംഭവം പോക്കാണ്. അതുകൊണ്ട് മികച്ച രീതിയിൽ തന്നെ സൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ കാസർഗോഡ് ജില്ലയിലകത്ത് ഉള്ളത് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ഈ ഒരു മേഖലയെ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തത് ഒന്നുമില്ല, പക്ഷെ വിചാരിക്കണം. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഞാനൊരു 19 വർഷം പയ്യന്നൂർ ടൗണിനകത്ത് ഒരു മോട്ടോർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് 2020 ഡിസംബർ 21 2020 വരെ പയ്യന്നൂർ ടൗണിലെ ഒരു മോട്ടോർ തൊഴിലാളിയായി പോയ ആളാണ്. എപ്പോഴും എൻ്റെ വണ്ടീൻ്റെ മുകളിൽ എൻ്റെ ബോക്സ് അല്ല, അങ്ങനെ വിചാരിച്ചിട്ട് സൗണ്ട് ഇല്ലാതെ നമ്മൾ ഉണ്ടാവില്ല. കാരണം എല്ലാ ജാഥകൾക്കും മറ്റു പരിപാടികൾക്കൊക്കെ സൗണ്ട് കെട്ടിപ്പോയ ഒരു ഡ്രൈവറായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ പൊതുപ്രസ്ഥാനം അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രസിഡന്റ് ആക്കാനുള്ള രീതിയിലേക്ക് അവസാനം പ്രസിഡന്റായിട്ട് നാളെ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ഉറക്കേയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും കിടന്നും മണ്ണും കിടന്നും എന്തെന്ന് ഞാൻ ചെയ്യേണ്ടത് വല്ലാത്ത അവസ്ഥയിൽ ഒരു വീർപ്പും കിട്ടും, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നു ഞാൻ ആ വലിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ തലേന്നത്തെ അവസ്ഥ. പുഴു അടിക്കുന്നില്ല കേട്ടോ, നേരില്ല കാര്യം പറയുന്നത്. പക്ഷേ ഒരു 6 മാസത്തിനുള്ളിൽ എനിക്ക് ബോധ്യപ്പെട്ടു, നമ്മൾ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്ന ഭാവത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്ന ഹുങ്കോടെ അവിടുന്ന് ഞാൻ ആ രീതിയിലാണ് പെരുമാറിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ 5 കൊല്ലവും പ്രസിഡന്റായിട്ട് ആ തിരിയുന്ന കസേരയിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കാം, ഒന്നും സംഭവിക്കൂല. ഞാൻ ഒരേ വട്ടത്തിരിയിൽ തിരിയും. പക്ഷേ നമ്മളവരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ജീവനക്കാരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ നാടിലെ ഓരോ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ, അവരുടെ മനസ്സിലിടം നേടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ഭരണാധികാരി എന്ന് പറഞ്ഞ് നമുക്ക് വലിയ വിദ്യാഭ്യാസം, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ. പണ്ട് നാടോടിക്കാറ്റിലോ എന്ന് അറിയില്ല, ശ്രീനിവാസൻ മോഹൻലാൽ പറഞ്ഞത് ഇവിടുന്ന് പ്രീ ഡിഗ്രി അത്ര കുറഞ്ഞ ഡിഗ്രിയൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പ്രീ ഡിഗ്രി വരെ പോയിട്ടു. ഞാൻ പറഞ്ഞത് നമ്മുടെ നാടിനെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മൾ അംഗീകരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായാൽ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1978 രൂപീകൃതമായിട്ടുള്ള നമ്മുടെ ഒരു പഞ്ചായത്ത് 2021 ആദ്യമായി സ്വരാജ് ട്രോഫി പുരസ്കാരം നേടുന്നു. അതിനുശേഷം സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം 941 പഞ്ചായത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് നേടിയെത്തുന്നു. ഈ കഴിഞ്ഞ വർഷവും വീണ്ടും സ്വരാജ് ട്രോഫി നേടുന്നു. തുടർച്ചയായി ഹാട്രിക് നേടാൻ നമുക്ക് സാധിക്കുന്നു. തൊഴിലുറപ്പിന്റെ മഹാത്മാ പുരസ്കാരം നേടാൻ സാധിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത ലഘൂകരണ പ്രവർത്തനത്തിന് ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റ് ആവാനും എനിക്ക് സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ, നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മളുള്ള കാലത്ത് എത്ര കാലം ഭരിച്ചു എന്നുള്ളതല്ല, എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള അനീഷിനെ പോലെയുള്ള പല ആളുകളും കടപ്പെട്ടിരിക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ടിനോടാണ്. സൗണ്ട് ഇല്ലെങ്കിൽ കാര്യം പോക്കാം. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ ഈ സ്ട്രെസ് നല്ലോണം കൂടുമ്പോൾ, അതുപോലെ അനീഷിന് ഫോട്ടോ വീഡിയോ എല്ലാം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഈ മോഹൻലാൽ പറഞ്ഞ പോലെ മറ്റേത് സംഗീതം പഠിക്കണമെന്ന് മോഹവുമായി സിംഹത്തിൻ്റെ പടയിലേക്ക് പോയ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ആ രീതിയിലേക്ക് എത്തിച്ചത് ഒരു സംശയവും വേണ്ട, ഈ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഞാൻ നിങ്ങളെ ഇരുത്തി പറയുന്നതൊന്നുമല്ല, നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ പാട്ടുകൾ നമ്മളിങ്ങനെ പാടുമ്പോൾ അത് അതിഗംഭീരമായിട്ട് അതിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, പണ്ട് പാടാനുണ്ടായ 2 കോളാമ്പി
പിന്നെ 2 ബോക്സ്, ചെറിയ ബോക്സ്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ ചെറിയ കറുപ്പ് ചെറിയ സാധനം അതിങ്ങനെ വന്ന് ഇപ്പം നോക്ക് ഏതെല്ലാം സിസ്റ്റം ആയിട്ട് നമ്മൾ പാടുന്ന തന്നെ നമുക്ക് കേൾക്കാനുള്ള സാധനം എന്താ തൊട്ട് മുമ്പിൽ ആ തരത്തിലേക്കുള്ള സംഭവമായിട്ട് മാറി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ നടത്തണം എന്ന് മാത്രം ചുരുക്കി സൂചിപ്പിച്ചുകൊണ്ട് ഒരു പഴയ പാട്ടിൻ്റെ 2 ാണ്. ഞാൻ വലിയൊരു പാട്ടുകാരനൊന്നുമല്ല, മേനി പറയുന്നതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാണ്. നേരിയ മഞ്ഞിൻ്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടുത്തു. നേരിയ മഞ്ഞിൻ്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടുത്തു. കാണുന്ന നേരത്ത് മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പൂ. നാഥ നീ വരും കാലൊച്ച കേൾക്കുക കാതോർത്തു ഞാനിരുന്നു. താവക വീതിയിൽ എൻ മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുക. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഈ വനിതാ സംഗമം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം. അപ്പം എല്ലാം കൊണ്ട് നമ്മൾ ഏറെ തിരക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കാലത്തിലാണ് കടന്നു പോകുന്നത്. എപ്പോഴും ജാഗ്രതയോടെ പാലിക്കേണ്ട, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമൂഹത്തിലേക്കാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ കാലെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും തിരക്കായപ്പോഴേ നമുക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങളിലെ നമ്മളും അല്പം ഒന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ആത്മവിമർശനായിട്ട് ഉൾക്കൊള്ളുകയാണ്. വരും വർഷങ്ങളിൽ കുറച്ചും കൂടെ പറ്റുന്ന രീതിയിൽ ആക്റ്റീവായിട്ട് തുടരുമെന്ന് ഇവിടെ വെച്ച് വാക്ക് തരികയാണ്. റിപ്പോർട്ട് അവതരണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ടി വി ബാലൻ, അതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പറ്റുന്നതുപോലൊക്കെ ചെയ്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഇവിടെ അവതരിപ്പിച്ച വനിതാ വിങ്ങിൻ്റെ കരുത്തിയായ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി രജനി ഗിരീഷ്, പ്രിയമുള്ള വനിതാ അംഗങ്ങളെ, കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് രൂപീകരിച്ച വനിതാ സംഗമം പല പ്രാവശ്യം വീണ്ടും അത് വിളിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിരുന്നു. നിർഭാഗ്യവശാൽ സാധിച്ചില്ല. എന്നിരുന്നാലും കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ഒരു യോഗത്തിൽ തൊഴിൽ മേഖലകളിൽ സജീവമാക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷം പലകുറി അതിൻ്റെ ഒരു തുടർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനിയായ ജില്ലാ പ്രസിഡന്റിനെ അതേപോലെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എന്തോ അവർക്ക് എനിക്ക് പറ്റാനിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ 3 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് കുറച്ചുകൂടി ഊർജം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം സെക്രട്ടറിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലായതാണ്. അതേ ഊർജത്തോടെ തന്നെ നമ്മുടെ പ്രസിഡന്റും അതുപോലെ മറ്റു ഭാരവാഹികളും നിങ്ങളെല്ലാവരും മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ജില്ലാ സമ്മേളനത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഇതിൻ്റെ ഇരട്ടിയാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു.
കാരണം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഭർത്താക്കന്മാരെല്ലാം എല്ലാവരും അല്ല, പല കുടുംബങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് നമ്മുടെ കുടുംബം കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച് ഒരുപാട് പദ്ധതികൾ കാര്യങ്ങളൊക്കെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ട ഉപദേശം തരാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, കാരണം നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങാനുള്ള സമയം. അതുപോലെ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ആവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ടൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട കെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കുന്നിരാ മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട അർത്ഥമായി സ്വാഗതം ചെയ്തു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന വളരെയധികം വനിതകൾ ഇതിൽ
നെഞ്ചത്തെ പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.